നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബി എസ് എൻ എല്ലിന് എത്ര കാശ് വരും എന്നാണ് പുതിയ സിം കാർഡ് എടുക്കുന്നതിന്, അതല്ലെങ്കിൽ ബി എസ് എൻ എല്ലിലേക്ക് പോർട്ട് ചെയ്യുന്നതിന് എത്ര പൈസ വരും നോക്കാം. ഈ രണ്ട് പ്ലാനുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 108 രൂപയാണ്. 108ൻ്റെ പ്ലാനിൽ 35 ദിവസം കാലാവധിയും പിന്നെ 200 മിനിറ്റ് കോളുമാണ് വരുന്നത്. ഇതിന് 108 റീചാർജ് പൈസയും പിന്നെ അതുപോലെ തന്നെ 20 രൂപ സിം കാർഡിന് പൈസയും വരും. അങ്ങനെ 128 രൂപ ഇതിന് ചിലവ് വരുന്നുണ്ട് കടക്കാരന്. ഇതിൽ 108ൻ്റെ റീചാർജിൽ കമ്മീഷൻ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ചിലപ്പോൾ 150 വരെയും കൊടുക്കുന്നവരുണ്ട്. അത് കടക്കാരൻ്റെ അവിടുത്തെ ചിലവനുസരിച്ചിരിക്കും. അധികം ചിലവ് ഉള്ള കടക്കാരാണ് ഈ റീചാർജ് പൈസ മാത്രം വാങ്ങും, അല്ലെങ്കിൽ ഈ സിം കാർഡിൻ്റെ കൂട്ടി 128 രൂപ വരും. ഇനി രണ്ടാമത്തെ പ്ലാൻ വരുന്നത് 249-ൻ്റെയാണ്. ഈ 249-ന് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് കോള് പിന്നെ 45 ദിവസം കാലാവധി ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ 2 GB ഡാറ്റയാണ് ഡെയിലി ഉള്ളത്. ഇതിനും വരുന്നത് ഇങ്ങനെ തന്നെയാണ്. 249-ൻ്റെ റീചാർജും 20 രൂപ സിം കാർഡിനെയും കൂടി അങ്ങനെ 269 രൂപ ചിലവ് വരുന്നുണ്ട്. ഇതിൽ ചില കടക്കാർ ആ 249-ൻ്റെ റീചാർജ് പൈസ മാത്രം വാങ്ങും. ചില ആളുകൾ 249-ൻ്റെ റീചാർജും ആ 20 രൂപയുടെ സിം കാർഡിൻ്റെ പൈസയും വാങ്ങും. ഇനി അതുമല്ലെങ്കിൽ ചില അധികം കച്ചവടം കൂടുതൽ നടക്കുന്ന കടക്കാരാണെങ്കിൽ ചിലപ്പോൾ അവർ കമ്മീഷൻ കുറവാക്കിയിട്ട് 200 രൂപയ്ക്ക് വരെ സിം കാർഡ് കൊടുക്കുന്നതുണ്ട്. എന്തായാലും മാക്സിമം 270, ഏറ്റവും കുറേ 200-നും സിം കാർഡ് കൊടുക്കുന്നവർ. ഇനി ബി എസ് എൻ എല്ലിൻ്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അത് ഫ്രീ ആയിട്ട് വരെയും കൊടുക്കും. അത് ഓരോ ടൈമിനനുസരിച്ചിരിക്കും, അവർക്ക് കിട്ടുന്ന ഓഫർ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെയൊക്കെ റീചാർജ് വരുന്നത്. അപ്പോൾ 249-ൻ്റെ പ്ലാൻ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം 45 ദിവസം കാലാവധി ഉണ്ടാവും. അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോളും ഉണ്ട്, പിന്നെ ഡെയിലി 2 GB ഡാറ്റയും ഉണ്ട്.